പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു പായസമായാലോ? വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു കടലപ്പരിപ്പ് പായസം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കിയാലോ? നമ്മളിന്ന് കടലപ്പരിപ്പ് വെച്ചാണ് ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ ഇവിടെ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ആ ഗീയിൽ ഈ കടലപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. എന്നാലേ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. 2-3 മിനിറ്റ് നമുക്ക് ഗീയുമായിട്ട് കടലപ്പരിപ്പ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കടലപ്പരിപ്പ് കഴുകിയിടുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ചെറുതായിട്ട് ആ ഓയിലൊന്നും നമുക്ക് മൂത്ത് കിട്ടണം. ഒത്തിരി അങ്ങ് മൂക്കണ്ട, ചെറിയ രീതിയിൽ. ഇനി വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കണം. പരിപ്പ് നെഗര നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം തന്നെ വെച്ച് കൊടുക്കണം. അത്യാവശ്യം നല്ല വേവ് തന്നെയുണ്ട് ഈ കടലപ്പരിപ്പിന്. ഒരു 5 വിസിൽ അടുപ്പിച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നതും. പരിപ്പ് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ശർക്കരയും കൂടി ഉരുക്കിയെടുക്കേണ്ടതുണ്ട്. 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തത് കൊണ്ട് 1.25 കപ്പ് അളവിലാണ് ഞാൻ ശർക്കര പൊടിച്ചത് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളവും കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കേണ്ടതുണ്ട്. ഈ ഒരു അളവിൽ നമ്മൾ ശർക്കര ചേർത്തത് കൊണ്ട് പായസത്തിന് ഓവറായിട്ടുള്ള മധുരമൊന്നുമില്ല. നോർമൽ രീതിയിലുള്ളൊരു മധുരം മാത്രമേ കാണുകയുള്ളൂ. ശർക്കരയെല്ലാം ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചും കൂടെ എടുത്തിട്ടാണ് നമ്മൾ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ കടലപ്പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പീസസൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരുന്നൊരു പരുവുണ്ടല്ലോ, ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കണം. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന ഈ ശർക്കര പാനിക്കകത്തോട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ശർക്കര പാനിയും വേവിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടെ ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. എന്നാലേ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. ശർക്കര പാനി മൊത്തം ഈ കടലപ്പരിപ്പിൽ ഒന്ന് പിടിച്ച് റെഡിയായി കിട്ടുകയും വേണം. ഓണമൊക്കെ അടുത്ത് വരാറായല്ലോ. തീർച്ചയായിട്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ ഒരു പരുവത്തിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് വറ്റി കടലപ്പരിപ്പുമായിട്ട് പിടിച്ച് ഒരു കുറുകിയൊരു പരുവായിട്ടുണ്ട്. ഇതിനകത്തോട്ട് തേങ്ങയുടെ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1-ാം പാലും 2-ാം പാലും ആയിട്ടൊന്നും വേർതിരിച്ചിട്ടില്ല. 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തത്. തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ആറും തോറും കുറച്ചും കൂടെ കുറുകി വരും. പരിപ്പായതുകൊണ്ട് കുറച്ചും കൂടെ കുറുകി വരത്തതേ ഉള്ളൂ. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് നട്ട്സും കൂടെ നമുക്ക് മൂപ്പിച്ച് ചേർക്കേണ്ടതുണ്ട്. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കാഷ്യൂനട്ട് കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് റേസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇവയെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലോട്ട് ആ ഗീ ഉൾപ്പെടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു റെസിപ്പിയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.